ബൈപ്പാസ് സർജറിയും ആൻജിയോപ്ലാസ്റ്റിയും ഭയമായ ഹൃദ്രോഗികൾക്ക് ആശ്വാസമാവുകയാണ് അത്യാധുനികമായ EECP ചികിത്സ. എൻഹാൻസ്ഡ് എക്സ്റ്റേണൽ കൌണ്ടർ പൾസേഷൻ ചികിത്സ സംസ്ഥാനത്ത് ലഭിക്കുന്ന ഏക കേന്ദ്രം തിരുവനന്തപുരത്താണ്. മുഖ്യമായി 4 തരക്കാരിലാണ് EECP ചികിത്സ നടത്തുന്നത്. ഒന്നാമതായി ആൻജിയോപ്ലാസ്റ്റിയോ ബൈപ്പാസോ കഴിഞ്ഞിട്ടും രോഗലക്ഷണങ്ങൾ തുടരുന്നവർക്ക്. രണ്ടാമതായി ആൻജിയോപ്ലാസ്റ്റിയോ ബൈപ്പാസോ സാധിക്കാത്തവർ. പ്രായം ചെന്നവരും ശസ്ത്രക്രിയയിൽ അപകട സാധ്യതയുള്ളവരുമാണ് മൂന്നാം വിഭാഗം. നാലാമതായി ഹൃദയാഘാതത്തിന് ശേഷം ഹൃദയത്തിന്റെ പ്രവർത്തനശേഷി കുറയുന്നവർ. ഹൃദയ ശസ്ത്രക്രിയയ്ക്ക് ശേഷം ഗുരുതരാവസ്ഥയിൽ കഴിയുന്ന രോഗികളെ രക്ഷിക്കാൻ സ്വീകരിക്കുന്ന ഇൻട്രാ അയോട്ടിക് കൌണ്ടർ പൾസേഷൻ പോലെ EECPയിൽ രോഗികളുടെ ശരീരത്തിനുള്ളിലേക്ക് ഉപകരണങ്ങൾ പ്രവേശിപ്പിക്കേണ്ടതില്ല. കേരളത്തിൽ EECP ചികിത്സ ലഭിക്കുന്ന ഏക കേന്ദ്രമായ ഡോക്ടേഴ്സ് ഡയഗ്നോസ്റ്റിക് ന്യൂക്ലിയർ മെഡിസിൻ ആൻഡ് റിസർച്ച് സെന്റർ മേധാവി ഡോക്ടർ അജിത് ജോയ്. കാലില് BP കഫ്സ് കിട്ടുന്ന പോലത്തെ കഫുകൾ കിട്ടിയിട്ട് ഹൃദയത്തിന് രക്തം കിട്ടുന്ന ഒരു സമയം, ആ സമയം നോക്കി ഹൃദയത്തിലേക്ക് രക്തം കൂടുതൽ എത്തിക്കുകയാണ് ഉദ്ദേശിക്കാറ്. ഇതില് ഇഫക്റ്റ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7-8 കൊല്ലം എക്സസൈസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ചെറിയ രക്തധമനികളുടെ ഒരു കൊളാട്രൽസ് എന്ന് പറയുന്ന ഒരു ശാഖ ഇതിന് ബ്ലോക്കായ വെസൽസിന് ചുറ്റും നാച്ചുറൽ ബൈപ്പാസ് പോലെ ഉണ്ടായി ഈ മസിൽ, ഹാർട്ടിന്റെ മസിലിലേക്ക് രക്തം എത്താത്തടത്തേക്ക് രക്തം എത്തിക്കുന്ന ഒരു പ്രക്രിയയാണ് ഇതിൽ നടക്കുന്നത്. EECP ചികിത്സ ബൈപ്പാസിനോ ആൻജിയോപ്ലാസ്റ്റിക്കോ പകരമുള്ളതല്ല. ശസ്ത്രക്രിയ നടത്താനാവില്ലെന്ന് വിധിക്കപ്പെട്ട രോഗികളെ EECPയിലൂടെ ശസ്ത്രക്രിയയ്ക്ക് സജ്ജമാക്കുകയാണ് മുഖ്യ ലക്ഷ്യം. പാർശ്വഫലങ്ങളില്ലാത്തതും 6 വർഷം വരെ ഫലം നിലനിർത്തുന്നതുമായ ചികിത്സയ്ക്ക് ചിലവും കുറവാണ്. രാജേഷ്, സൂര്യ ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.